ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൻ. ഇന്നത്തെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് കോക്കനട്ട് പ്രോൺ കറിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് കോക്കനട്ട് പ്രോൺസ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി പ്രോൺസ് കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായി 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി കിട്ടുന്നതാണ്. ഉള്ളി വഴറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സവാള ബ്രൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ ആണ്. അത് മീഡിയം സൈസിലാണെങ്കിൽ 1 എണ്ണം മതിയാകും. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായി വഴന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ കുക്ക് ചെയ്ത് കിട്ടുന്നതിനായി ഇത് ഒരു ലിഡ് വെച്ച് അടച്ചു വയ്ക്കാം. ടൊമാറ്റോ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അരപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി തിളയ്ക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പുളി ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിക്കായി ഏകദേശം 1/2 കിലോ ചെമ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് വളരെ എളുപ്പത്തിൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അതിനാൽ പ്രോൺസ് ചേർത്ത് ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ കറി റെഡിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ പ്രോൺസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും യൂസ് ചെയ്യാവുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. Thank you for watching Basic Kitchen. For more videos, please subscribe to the channel.